ഈ ഫ്രാൻസുമായി സഹകരിച്ച് അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യ 6ാം തലമുറ യുദ്ധവിമാനത്തിന് ഒരുങ്ങുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം സാധ്യമാണ്? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഫ്രാൻസുമായി സഹകരിക്കാനായിട്ട് തീരുമാനിച്ചു? ഇപ്പൊ പറയുകയാണെങ്കിൽ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറഞ്ഞതുപോലെ ജർമ്മനി ചീഞ്ഞു, അത് ഇന്ത്യക്ക് വളമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇപ്പൊ നിലവിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ വലിയൊരു പോരായ്മയുണ്ട്. നമുക്ക് യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ നമ്മൾ ആഗ്രഹിച്ചത്ര എണ്ണം ഇപ്പോൾ ഇല്ല. 43 സ്ക്വാഡ്രൺ വേണ്ട സ്ഥാനത്ത് 29 ഉള്ളൂ. നമ്മളെ കുറെ വിമാനങ്ങൾ റിട്ടയർ ചെയ്തു. നമുക്ക് തേജസ് വിമാനങ്ങൾ നമ്മുടെ സമയത്തിന് കിട്ടിയതുമില്ല. പോരാത്തതിന് നമ്മുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയും മത്സരിച്ചാണ്, പരസ്പര സഹകരണം നടത്തിയാണ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ചൈന നിർമ്മിക്കുന്ന 5ാം തലമുറ വിമാനം പാകിസ്ഥാന് കിട്ടി എന്നും പറയുന്നു. അവർ 6ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം പരീക്ഷണ പറക്കൽ നടത്തിയും കഴിഞ്ഞു, പ്രോട്ടോടൈപ്പ് പറന്നും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കുന്ന വലിയ അപകടമാണ്. തീർച്ചയായിട്ടും നമ്മൾ 5ാം തലമുറ വിമാനം AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യ തദ്ദേശീയമായിട്ട്, അത് സ്വകാര്യ കമ്പനി, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വകാര്യ മേഖലയിൽ ഇന്ത്യ യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. ആ പരിപാടികളായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത്. ഫ്രാൻസുമായിട്ട് സഹകരിച്ച് 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇറങ്ങിയ യുദ്ധവിമാനങ്ങളെക്കാൾ ഒരു 3ഓ 4ഓ പടി മുന്നിലായിരിക്കും അത്. പ്രത്യേകിച്ച് അത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അനന്ത സാധ്യതകളുണ്ടല്ലോ. പിന്നെ പൈലറ്റുമാർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ 6ാം തലമുറയിൽ സ്വയം നിയന്ത്രിതമായിട്ട് ആ വിമാനങ്ങൾക്ക് പ്രവർത്തിക്കാം. അല്ലെങ്കിൽ പൈലറ്റിന്റെ ജോലിഭാരം വളരെ കുറവായിരിക്കും. പിന്നെ ഈ ഒരു ഡ്രോണുകളുടെ ശൃംഖല തന്നെ ഇതിനുണ്ടാകും. സാധാരണ ഒരു വിമാനം പറന്നു പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു വിമാനത്തിനോടൊപ്പം ഒരു ഡ്രോണിന്റെ ശൃംഖല തന്നെ ഉണ്ട്. അപ്പൊ ആ വിമാനത്തിലിരിക്കുന്ന പൈലറ്റിനോ അല്ലെങ്കിൽ ആ വിമാനത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കുകയും ചെയ്യാം. അപ്പൊ ആ ഡ്രോണുകൾ ഉപയോഗിച്ച് നമുക്ക് പരിസരം നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത പ്രത്യേകതകളുണ്ട്. പിന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉറപ്പായിട്ടുണ്ട്. 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾക്ക് തന്നെ ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് പോവുക, അതിവേഗത. 5ാം തലമുറ വിമാനങ്ങളാണ് സാധാരണഗതിയിൽ ഏറ്റവും വേഗതയുള്ള വിമാനമായിട്ട് കണക്കാക്കുക. അതിനെയും മറികടക്കുന്ന വേഗതയിലായിരിക്കും 6ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളൊക്കെ വരിക. അപ്പൊ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഫ്രാൻസുമായിട്ട് സഹകരിച്ച് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ളൊരു സാധ്യതയാണ് പറയുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകുള്ളൂ. അപ്പൊ വാസ്തവത്തിൽ ഈ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് പല രാജ്യങ്ങളും മുന്നിട്ടുണ്ട്. അമേരിക്ക അവരുടെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അതെല്ലാം രഹസ്യ സ്വഭാവത്തിലുള്ളതാണ്. ചൈന 6ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ഒരെണ്ണം പറന്നു കഴിഞ്ഞു, പ്രോട്ടോടൈപ്പ് ഒരെണ്ണം പറന്നും കഴിഞ്ഞു. നിരവധി സാധ്യതകൾ വേറെയുമുണ്ട്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ GCAP പ്രൊജക്ട് എന്ന് പറയുന്നത്, അതായത് പല രാജ്യങ്ങളും സംയുക്തമായിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പൊ GCAPയുടെ ഫുൾ ഫോം ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം എന്നാണ്. അതിൽ UK, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. വേണമെങ്കിൽ ഇന്ത്യക്ക് അതിൽ പങ്കാളിയാകാൻ ശ്രമിക്കാം, അവരുമായിട്ട് സഹകരിച്ച് ഒരെണ്ണം ശ്രമിക്കാം. പക്ഷെ ഇന്ത്യ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് FCAS, ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം എന്ന പേരില് ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു 6ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാൻ വേണ്ടി 2017 തുടങ്ങിയൊരു പദ്ധതിയാണ്. അത് ഈ 2026 കഴിഞ്ഞ മാസം അതിൽ നിന്ന് ജർമ്മനി പിൻവാങ്ങി. അപ്പൊ പിൻവാങ്ങാനുള്ള കാരണം, ഈ 2 രാജ്യങ്ങളിലും 2 പ്രബലമായ വിമാന കമ്പനികളുണ്ട്. ഈ ജർമ്മനിയുടെ വിമാന കമ്പനിയാണ് എയർബസ്, അതേപോലെ ഫ്രാൻസിന്റെ വിമാന കമ്പനിയാണ് ദസോത്ത് ഏവിയേഷൻ. നമ്മുടെ റഫേൽ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഇവരാണ്. അപ്പൊ ഇവര് തമ്മിലുണ്ടായ ഒരു ഈഗോ ക്ലാഷ് ആണ് ഈ പ്രശ്നത്തിന്റെ മൂല കാരണം. അപ്പൊ ഈ ദസോത്ത് ഏവിയേഷൻസ് എന്ന് പറയുന്നത് അവര് ഈ സുരക്ഷാ കാരണങ്ങളിൽ കടുകിട വ്യത്യാസമില്ലാതെ നിലപാടെടുക്കുന്നവരാണ്. അപ്പൊ ഇവര് ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം മറ്റു കാര്യങ്ങൾക്കൊന്നും അവരുമായിട്ട് എയർബസുമായിട്ട് സഹകരിക്കാൻ തയ്യാറായില്ല. അവര് ജർമ്മനിയെ കണക്കാക്കിയത് ഇതിലുള്ള ഫണ്ടിങ് നടത്താനുള്ള ഒരു സഹായി മാത്രമായിട്ടാണ്. അല്ലാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിദ്യ ഷെയർ ചെയ്യുന്നതിലോ അതേപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവര് കടുംപിടുത്തം പിടിച്ചു, ദസോത്ത് ഏവിയേഷൻസ്. അപ്പൊ ഇതിൽ അതൃപ്തി കൊണ്ട് ജർമ്മൻ കമ്പനി അല്ലെങ്കിൽ ജർമ്മനി അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ നിലവില് ഈ FCAS പ്രോഗ്രാമിന് ഒരു പാർട്ട്ണറിനെ വേണം.
ഓഹോ. ആ പാർട്ട്ണർ എന്ന് പറയുന്നത് നല്ല സാമ്പത്തിക നിലയുള്ളതും ആയിരിക്കണം. അവിടെയാണ് ഇന്ത്യയുടെ പിടിവള്ളി. മനസ്സിലായി. കാരണം ഫ്രാൻസിനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ പരുങ്ങലിലായിരിക്കുന്ന ഒരു രാജ്യമാണ്. പറയുകയാണെങ്കിൽ അവരുടെ ബജറ്റ് കമ്മി എന്ന് പറയുന്നത് അവരുടെ GDP-യുടെ 5.2% ആയിരുന്നു. അതിനി 6.2% കൂടും എന്നും പറയും. അപ്പോ ഈ പറയുന്ന ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണ്. യൂറോപ്യൻ യൂണിയന്റെ മാനദണ്ഡം അനുസരിച്ച് അവരുടെ ബജറ്റ് കമ്മി എന്ന് പറയുന്നത് 3% ആകാൻ പാടുള്ളൂ. ആ സ്ഥാനത്താണ് അതിന്റെ ഇരട്ടിയോളം ആകുമെന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പത്തിക ചെലവ് പരാധീനതകൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന രാജ്യമാണ് ഫ്രാൻസ്. കാരണം ഭരണ അസ്ഥിരതയുണ്ട്. ഇപ്പൊ ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്ന പേര് നമുക്ക് പരിചിതമാണ്. നിരവധി. പക്ഷെ അവിടുത്തെ പ്രധാനമന്ത്രിമാർ കാര്യം സ്വിച്ചിട്ട പോലെയാണ് അവിടുത്തെ പ്രധാനമന്ത്രിമാർ മാറുന്നത്. ഒരു 2 വർഷക്കാലത്തിനുള്ളിൽ 5 പ്രധാനമന്ത്രിമാരാണ് വന്നുപോയത്. അപ്പൊ അവിടെ ഒരു ഭരണ സ്ഥിരത ഇല്ലായ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഈ 6ാം തലമുറ വിമാന നിർമ്മാണം പോലെയുള്ള ഭീമമായ സാമ്പത്തിക ചെലവുള്ള ഒരു പ്രൊജക്ടിലേക്ക് ഇറങ്ങുക, മറ്റൊരാളുടെ സഹായമില്ലാതെ ഇറങ്ങുക അസാധ്യമാണ്. ഈ 6ാം തലമുറ വിമാനം നിർമ്മിക്കുന്നതിന് $50 ബില്യൺ ചെലവുണ്ട് ആ പ്രൊജക്ടിന് മാത്രം. പിന്നെ ഓരോ വിമാനം നിർമ്മിക്കുന്നതിന് അനുബന്ധ ചെലവുകൾ വേറെ. അപ്പൊ അവിടെയാണ് ഇന്ത്യയുടെ സാധ്യത. ഇന്ത്യക്ക് ഇപ്പോ എന്താ പറയുക, ഈ പശുവിന്റെ കടിയും തീരും കാക്കയുടെ വിശപ്പും തീരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ കയ്യിൽ പണമുണ്ട്, ഫ്രാൻസിന്റെ കയ്യിൽ പണമില്ല. ഫ്രാൻസിന് ഒരു പങ്കാളിയെ വേണം, ഇന്ത്യക്ക് 6ാം തലമുറ വിമാനവും വേണം. അപ്പൊ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്രാൻസിന്റെ പ്രതിരോധ മന്ത്രിയുമായിട്ട് ചർച്ചകൾ നടത്തി ഇതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ധാരണ ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യയുടെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് തന്നെയാണ് അതിന്റെ കാരണം. കാരണം ലോകത്ത് ഈ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്ന കാര്യത്തിൽ 3ാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. നമ്മുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് 7.86 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15.2% തുക വർധന ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം ഈ കഴിഞ്ഞ സമയങ്ങളിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും പുതിയ പുതിയ യുദ്ധോപകരണങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ സന്നദ്ധമായേ പറ്റൂ. ഇനി എന്തുകൊണ്ട് ഫ്രാൻസിന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറയുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം നമുക്ക് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് മിറാഷ് വിമാനങ്ങൾ വാങ്ങിയ ഒരു അനുഭവം ഉണ്ട് അവരുടെ. ഇപ്പോ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ റഫേൽ വിമാനങ്ങൾ, 36 റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങി. 26 നേവിക്ക് വേണ്ടിയിട്ടുള്ള 26 റഫേൽ വിമാനങ്ങൾ കൂടി കരാറായിട്ടുണ്ട്. കൂടാതെ ഒരു 114 റഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് വരും. പക്ഷെ അത് വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടാണ്. ഇവിടെയായിരിക്കും ആ റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുക. ഈ ദസോത്ത് ഏവിയേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ജർമ്മനിയുമായിട്ട് തല്ലിപ്പിരിയാനുള്ള കാരണം അവര് വളരെ കടുകിട വ്യത്യാസമില്ല നിലപാടെടുക്കുന്നവരാണ്, പ്രത്യേകിച്ചും ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ അവരോട് കടുപിടുത്തം പിടിച്ചിരുന്ന ദസോത്ത് ഏവിയേഷൻസ് ആണ് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ ടാറ്റയുമായിട്ട് സഹകരിച്ച് ഇവിടെ ആ പറയുന്ന റഫേൽ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ കൊണ്ടും കഴിഞ്ഞില്ല, ഫ്രാൻസിന്റെ വിമാന എഞ്ചിൻ കമ്പനിയായ സഫ്രാൻ അവരും ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ 5ാം തലമുറ വിമാനം എന്ന് പറയുന്ന AMCA അതിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കാൻ അവര് സമ്മതം അറിയിച്ചിട്ടുണ്ട്. അതും പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടു കൂടി. ഈ 5ാം തലമുറ വിമാനം എന്ന് പറയുമ്പോൾ അതിന്റെ വേഗത വളരെ പ്രധാനമാണ്. അതിന്റെ എടുത്ത് പോകുന്ന ആയുധങ്ങളുടെ ഭാരം വഹിക്കാനുള്ള ശേഷിയും പ്രധാനമാണ്. അപ്പോൾ നിലവില് ഈ വിമാന എഞ്ചിനുകളുടെ കരുത്ത് കിലോ ന്യൂട്ടൺ കണക്കെയാണ് കണക്കാക്കുന്നത്. അപ്പൊ 120 മുതൽ 140 കിലോ ന്യൂട്ടൺ വരെ ശേഷിയുള്ള സഫ്രാന്റെ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും അതിന്റെ സാങ്കേതിക വിദ്യ അടക്കം കൈമാറ്റം ചെയ്യുന്നതിനും അവർ സന്നദ്ധമാണ്. ഇപ്പൊ ഇന്ത്യക്ക് സ്വന്തമായി വിമാന എഞ്ചിൻ നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ കാവേരി എന്ന് പറയുന്ന ഒരു സ്വന്തം എഞ്ചിനുണ്ട്. പക്ഷെ അതിന് 90 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ടാർഗറ്റ് പോലും അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ പരാജയപ്പെട്ട് നിൽക്കും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിദേശ കമ്പനിയെ ആശ്രയിച്ചേ പറ്റും. ഇപ്പൊ അമേരിക്കയുടെ GE എന്ന് പറയുന്ന കമ്പനിയെ നമുക്ക് ആശ്രയിക്കാമായിരുന്നു. പക്ഷെ അവർ 70% വരെ സാങ്കേതിക വിദ്യ കൈമാറ്റം സമ്മതിക്കുന്നുള്ളൂ. ആ സ്ഥാനത്താണ് ഇവര് ഈ ഒരു വാഗ്ദാനമായിട്ട് വരുന്നത്. ഇപ്പൊ ഫ്രാൻസ് സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലടക്കം പിന്നെ റഫേൽ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലടക്കം വളരെ തുറന്ന സമീപനം എടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും 6ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫ്രാൻസിനെ വിശ്വസിച്ച് കൊണ്ടുപോകാം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഇപ്പോ ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്ന് വെച്ചാൽ തന്നെ അത് സാധ്യമാകാത്ത ചില സംഗതികൾ കൂടിയുണ്ട്.
ഇപ്പൊ തേജസ് എന്ന് പറയുന്ന വിമാനം ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ തീരുമാനിച്ചതാണ്. എന്നിട്ട് എന്തായി? ഉദ്ദേശിച്ച സമയത്തൊന്നും അത് നമ്മുടെ സേനയുടെ ഭാഗമായില്ല. 2021 സേനയുടെ ഭാഗമാകേണ്ടത് 2026 നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ആയിട്ടില്ല. അപ്പോ ഇന്ത്യയിൽ സ്വന്തമായി വിമാനം നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ അനുഭവമല്ല. പ്രത്യേകിച്ചും നമുക്ക് സ്വന്തമായി എഞ്ചിൻ ഇല്ലാത്തതൊരു പ്രശ്നമാണ്. അതിനുവേണ്ട എഞ്ചിൻ അമേരിക്കയിൽ നിന്ന് യഥാസമയം കിട്ടാത്തതൊരു പ്രശ്നമാണ്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ 5ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വകാര്യ കമ്പനികളുടെ കൺസോർഷ്യത്തെ ഏൽപ്പിച്ചത്. അപ്പോൾ 6ാം തലമുറ വിമാനവും സ്വന്തമായിട്ട് എന്തേ നിർമ്മിച്ചുകൂടെന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു വിദേശ പങ്കാളിയെ കിട്ടിയേ പറ്റൂ. അപ്പോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വിശ്വസ്തരായ വിദേശ പങ്കാളി റഷ്യയാണ്. ഇസ്രയേലും വളരെ അടുപ്പമാണ്. ഇസ്രയേലും ഉണ്ട്. പക്ഷെ അവരുടെ വിമാന സാങ്കേതിക വിദ്യയേക്കാൾ അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യകളാണ് കുറെ കൂടി ഇന്ത്യക്ക് സ്വീകാര്യമായത്. വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളി റഷ്യയാണ്. ഇപ്പോ സുഖോയ് ആണെങ്കിലും ശരി, അതിനു മുമ്പുള്ള മിഗ് ആണെങ്കിലും ശരി, എല്ലാം റഷ്യൻ നിർമ്മിതമാണ്, അല്ലെങ്കിൽ റഷ്യയുടെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ വന്നതാണ്. ഇപ്പോൾ റഷ്യയുമായിട്ട് സഹകരിച്ച് നമ്മൾ 5ാം തലമുറ വിമാനം നിർമ്മിക്കാനായിട്ടൊരു പദ്ധതി ഇട്ടിരുന്നു. അവരുടെ സുഖോയ് 57 എന്ന് പറയുന്ന വിമാനം ഇന്ത്യയുമായിട്ട് സംയുക്തമായി നിർമ്മിക്കാനാണ് പദ്ധതി ഇട്ടത്. പക്ഷെ അവിടെയും ഈ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലടക്കം ചില റഷ്യയുടെ നിബന്ധനകളിൽ തട്ടിയാണ് അത് പോയത്. പിന്നെ അവരുടെ ആ വിമാനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള സംശയവും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെടുത്ത നിലപാട്, നിങ്ങൾ നിർമ്മിച്ച് കാണിക്കൂ, താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളത് പിന്നീട് പങ്കാളിയാകാമെന്നുള്ളതാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആ റഷ്യൻ നിലപാടുകൾ, റഷ്യൻ വിമാന കമ്പനികൾ ആ വിമാനത്തോട് അത്ര വലിയ താല്പര്യമില്ല. അതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. ഒന്ന്, റഷ്യയും ചൈനയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്, വളരെ സഹകരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ റഷ്യൻ സാങ്കേതിക വിദ്യ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അത് കൈമാറിയിട്ടുണ്ടാകും, ഓൾറെഡി കൈമാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് റഷ്യൻ വിമാനങ്ങളെ ആ നിലയിൽ ആശ്രയിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ നമ്മൾ പൊതുവിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം നമ്മുടെ ആയുധങ്ങളിലെ വൈവിധ്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ പല രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യുക, അതൊരു തന്ത്രപരമായ ഒരു സമീപനമാണ്. അപ്പൊ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോഴാണ് ഫ്രാൻസ് ഒരു വിശ്വസ്ത പങ്കാളിയാകുന്നത്. അപ്പോ ഈ റഫേൽ വിമാനങ്ങൾ എന്ന് പറയുന്ന 4.5 ജനറേഷനിൽപ്പെട്ട റഫേൽ വിമാനങ്ങളാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ റഷ്യൻ നിർമ്മിത സുഖോയ് 57 5ാം തലമുറ വാങ്ങാമായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതും ഈ പറയുന്ന ഒരു വൈവിധ്യവൽക്കരണം ആ ഒരു നയത്തിന്റെ ഭാഗമാണ്. ഒരു പക്ഷെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, ഈ 6ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസുമായിട്ട് ബൃഹത് കരാർ ഉണ്ടാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അവരുമായിട്ടുള്ള സഹകരണവും ബന്ധവും ഒക്കെ ഊഷ്മളമാക്കുന്നതിന്റെ നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും അത്ര ഒരു ബൃഹത് കരാറിലേക്ക് മുംബൈ പോയത് എന്നും അനുമാനിക്കാം. ഏതായാലും റഷ്യക്ക് ഇപ്പോൾ ഉള്ളത് 6ാം തലമുറ വിമാനങ്ങൾ അല്ല, റഷ്യ ഇപ്പൊ 5ാം തലമുറ വിമാനങ്ങൾ, 6ാം തലമുറ വിമാനങ്ങൾ നിലവിൽ ഇപ്പോ ആരുടെയും സർവീസിലില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അമേരിക്ക അക്കാര്യത്തിൽ എത്രത്തോളം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചൈന മാത്രമാണ് അവരൊരു പ്രഖ്യാപനം നടത്തി ഒരെണ്ണം ഒരു സാമ്പിളായിട്ട് പറത്തി കാണിച്ചത്. പിന്നെ പല രാജ്യങ്ങളും സംയുക്തമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ത്യക്കും അത് ചെയ്തേ പറ്റൂ. അതിനുള്ള ഒരു പിന്തുണ, പങ്കാളിത്തം എന്ന നിലയിലാണ് ഫ്രാൻസ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഡീലായാൽ ഉടനെ ഒന്നും ഉണ്ടാകില്ല. ഒരു 2040 ആ ഒരു സമയത്ത് ഈ പറയുന്ന വിമാന പ്രൊജക്ട് അപ്പോഴേ നടക്കുള്ളൂ. ഇത് ഞൊടിയിടയിൽ നടക്കുന്ന സംഗതികളൊന്നുമല്ല. നമ്മൾ ഇന്ന് കാണുന്ന പ്രതിരോധ രംഗത്ത് നടക്കുന്ന ഓരോ ഡീലും അല്ലെങ്കിൽ നടപടികളും ഒരു 10-15 വർഷം മുമ്പ് എഴുതപ്പെട്ട കരാറിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഇതിലൊരു ധാരണയായാൽ 2040 6ാം തലമുറ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു തീരുമാനമാകും.